നമസ്കാരം, നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ വർണ്ണവെറി രാജ്യം പൊറുക്കില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭാരതത്തിലെ ജനങ്ങളെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. അമേരിക്കൻ അങ്കിൾ ഈ നാട്ടിലെ ജനങ്ങളെ അപമാനിച്ചതിനെ കുറിച്ച് കോൺഗ്രസ് ഷഹസാദ മറുപടി പറയണം. കോൺഗ്രസ് നേതാവ് രാഹുലിന്റെ ഉപദേശകനും ഓവർസീസ് കോൺഗ്രസ് നേതാവുമായ സാംബിത് റോയയുടെ വിവാദ പരാമർശത്തിനെതിരെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഷഹസാദ, നിങ്ങൾ ഇതിന് മറുപടി പറയണം. ഈ രാജ്യത്തെ ജനങ്ങളെ നിറത്തിന്റെ പേരിൽ അപമാനിക്കുന്നത് സഹിക്കുമെന്ന് കരുതരുത്. മോദി ഇത് വിടാൻ ഉപദേശിച്ചിട്ടില്ല, പ്രധാനമന്ത്രി പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസുകാർ ജനങ്ങളെ ഏറെ ആദരിക്കുന്ന വനവാസി കുടുംബത്തിൽ പിറന്ന ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതി സ്ഥാനത്ത് പരാജയപ്പെടുത്താൻ കിണഞ്ഞു പരിശ്രമിക്കുന്നതെന്ന് ഞാൻ ഏറെ ചിന്തിച്ചിരുന്നു. ഇന്നെനിക്ക് അതിന്റെ ഉത്തരം കിട്ടി. അമേരിക്കയിൽ കോൺഗ്രസുകാർക്ക് ഒരു അങ്കിളുണ്ട്. അദ്ദേഹമാണ് ഷഹസാദയ്ക്ക് തത്വങ്ങൾ ഉപദേശിച്ചിരിക്കുന്ന ആൾ. ക്രിക്കറ്റിലെ തേർഡ് അമ്പയറിനെ പോലെയാണ് അയാൾ. ഷഹസാദ അയാളിൽ നിന്നാണ് ഉപദേശങ്ങൾ തേടുന്നത്. ഈ ഫിലോസഫിക്കൽ അങ്കിൾ പറയുന്നു, കറുത്ത നിറമുള്ളവർ ആഫ്രിക്കയിൽ നിന്നുള്ളവരാണെന്നും എന്നതിന്റെ അർത്ഥം അവർ രാജ്യത്തെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നതെന്നും പ്രധാനമന്ത്രി ചോദിച്ചു. നമുക്ക് നിറം ഒരു പ്രശ്നമല്ല. ശ്യാമവർണ്ണനായ ഭഗവാൻ കൃഷ്ണനെ ആദരിക്കുന്നവരാണ് ഭാരതീയർ. കോൺഗ്രസ് വഞ്ചകരുടെ പാർട്ടിയാണ്, രാജ്യദ്രോഹികളുടെ പാർട്ടിയാണ്. അവർക്ക് ഇന്നാട്ടിലെ ജനങ്ങളോട് ബഹുമാനമില്ല. തെലങ്കാനയിൽ കർഷകരുടെ കടം എഴുതി തള്ളിയെന്നുമാണ് പറഞ്ഞാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. എന്നാൽ പിന്നീടെന്നെ അവർ ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. വാഗ്ദാനങ്ങളെല്ലാം തന്നെ തൃശങ്കുവിലാണിപ്പോൾ. അവർ ദൈവത്തിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യും, അതോടൊപ്പം സനാതന ധർമ്മത്തെ നശിപ്പിക്കുമെന്ന് പ്രസംഗിക്കുകയും ചെയ്യും. 10 വർഷം മുൻപ് കോൺഗ്രസ് ഈ രാജ്യത്തോട് ചെയ്ത പാപങ്ങൾ ജനങ്ങൾ മറന്നിട്ടില്ല. ഓരോ മാസവും ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയാണ് അക്കാലത്ത് പുറത്തു വന്നിരുന്നത്. രാജ്യത്തിന്റെ എല്ലാ നഗരങ്ങളിലും സ്ഫോടന പാരമ്പര്യങ്ങൾ നടന്ന കാലമാണിത്. ഇപ്പോൾ ഇന്ത്യാസ് ഈ മുന്നണി പറയുന്നത് ഓരോ വർഷവും ഓരോ പ്രധാനമന്ത്രി എന്നാണ്. അവർ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഇന്ന് നിങ്ങളുടെ മുന്നിൽ വികസിത ഭാരതം എന്ന സ്വപ്നം BJP വെക്കുന്നു. 3 ഘട്ട പോളിംഗ് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, NDAയുടെ വിജയരഥം അതിവേഗം കുതിക്കുകയാണ്. കോൺഗ്രസ് സ്വന്തം സീറ്റുകൾ സൂക്ഷ്മദർശിനിയിലൂടെ നോക്കി കാണേണ്ടി വരും എന്നും പ്രധാനമന്ത്രി പറഞ്ഞു.